ഹലോ മക്കളെ, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറട്ടെ. നമുക്ക് ഉള്ളി സവാള ഇട്ട് കൊടുക്കുക. 2 സവാള അരിഞ്ഞ് കൊടുക്കുക. ആ ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല കുറച്ച് വെക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പച്ചമണം മാറട്ടെ. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഉടഞ്ഞ് വരട്ടെ. ഈ വേവിച്ച് വെച്ച കടല നമുക്ക് ആ മസാലയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നന്നായി ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ തേങ്ങ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വേപ്പിലയും കുറച്ച് 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ടിട്ടാണ് വറുത്തിട്ടുള്ളത്. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ തേങ്ങ നന്നായി അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടലക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കാണിച്ചു തരാം. കടലയൊക്കെ നന്നായി വെന്ത് അടിപൊളി. തേങ്ങ അരച്ചത് ഇതിൽ കൊട്ടി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നല്ല തിള വരരുത്. 1-2 തിള വരുമ്പോൾ നമുക്ക് ഇറക്കി കൊടുത്ത് ഇതൊന്ന് താളിപ്പ് ഇട്ട് കൊടുക്കണം. ആപ്പക്കി വെച്ച് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ചെറിയ ഉള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി മൂത്ത് വരട്ടെ. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് ഇളക്കി നമുക്കത് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.